ഒരു തുടർഭരണം ആപത്തോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കക്ഷിയാണ് കവി സച്ചിദാനന്ദൻ. അദ്ദേഹം ഒരു അഭിപ്രായം സർക്കാരിനെതിരെ വളരെ ദുഷിച്ചു പോയിരിക്കുന്നു ഈ സംവിധാനം എന്ന് തന്നെയാണ് അദ്ദേഹം ഒരുപാട് വരികളിലൂടെ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല ഒരു 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 കവിയോ ഒരു എഴുത്തുകാരനോ കേരളത്തിൽ സർക്കാരിൻ്റെ ചില അധികാര ദുഷ്പ്രഭുത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എം ടി വാസുദേവൻ നായർ മരണത്തിന് മുമ്പ് അദ്ദേഹം ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തിപൂജ, അധികാര ദുർവിനിയോഗം ഇതൊക്കെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കവി സച്ചിദാനന്ദൻ വ്യത്യസ്തമാകുന്നത് സച്ചിദാനന്ദൻ ഈ സർക്കാരിൻ്റെ ഭാഗമാണ്, സാഹിത്യ അക്കാദമിയുടെ തലവനാണ്. അദ്ദേഹം ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബാക്കി പുറത്തുനിന്നുള്ളവർ പറയുന്ന പോലെ അല്ല സച്ചിദാനന്ദൻ CPM വളരെ അടുത്ത് നിൽക്കുന്ന, അവരുടെ സർക്കാരിനകത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ ഈ വരി, അധികാരത്തിലിരുന്നാൽ പാർട്ടി ദുഷിക്കും, അപ്പോൾ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ പാർട്ടി നന്നാവും, ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു വേറൊരു വാദമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സംവിധാനമുണ്ട്. അത് പാർട്ടി നന്നാവോ ഇരിക്കുന്നുള്ള പാർട്ടിയുടെ വിഷയമാണ്. ഒരു സംവിധാനം ദുഷിച്ചാൽ അതിനെ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലൂടെ അഗ്നിശുദ്ധി തെളിയിച്ച് അവർ തിരിച്ച് വീണ്ടും വരികയാണെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പിലാണ് അത് തെളിയിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇടതുമുന്നണി സർക്കാർ ഒരുപാട് തേനും പാലും ഒഴുകിയ വിവാദങ്ങളില്ലാത്ത കാലമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കോൺട്രവേഴ്സികൾ, അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ 91-ൽ 99 സീറ്റ് നേടി CPM ജയിച്ചു വന്ന ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റ ചരിത്രമുണ്ട്. ഇപ്പോൾ തദ്ദേശത്തിൽ തോറ്റ ചരിത്രമുണ്ട്. അപ്പോൾ ഓരോ സമയത്തും പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച്, അല്ലെങ്കിൽ മുന്നണി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച് കൃത്യമായ വിശകലനം തെരഞ്ഞെടുപ്പുകളിലുണ്ടെന്നേ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പാർട്ടി തോക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എന്തായാലും അധികാരം ആപത്ത് എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ, അധികാരം ആപത്താണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് ചരിത്രം. പിന്നെ അധികാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഭയവും ആപത്തിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടികളും ഏറ്റവും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് അവർ സ്വയം തിരുത്താനുള്ള എല്ലാ സംവിധാനവും ചെയ്യും. ഇപ്പോൾ 1957 യുഗോസ്ലാവിയയിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ മിലോവൻ ജിലാസിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ദ ന്യൂ ക്ലാസ്. അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അധികാര പ്രമത്തത ബാധിച്ചിട്ട് പുതിയൊരു ക്ലാസ് രൂപീകൃതമാകുന്നതിനെക്കുറിച്ച് അതിൻ്റെ ക്ലാസിക് പുസ്തകമാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റെവല്യൂഷൻ ഫ്രം ദ എബവ് എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ഈ സച്ചിദാനന്ദൻ്റെ വിവാദം വന്നതിന് ശേഷം പരാമർശിക്കപ്പെട്ട് കണ്ടു. അവിടെയും എങ്ങനെയാണ് റഷ്യയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംവിധാനം പോലും ഇല്ലാതിരിക്കെ 91 അത് സ്വയം ഇല്ലാതായിപ്പോയി, ആർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നിയില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. അതിനകത്ത് തന്നെ യുവ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സംഘടന, ആ സംഘടന പിരിച്ചുവിടുമ്പോൾ ആ സംഘടന തലപ്പത്തിരുന്നവരാണ് 17% പുതു പണക്കാരായ റഷ്യയിൽ മാറിയത് എന്ന് പറഞ്ഞ് ഒരുപാട് കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു സംവിധാനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ. അതിനുള്ള തിരുത്ത് പാർട്ടി അകത്ത് നടത്തുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി അല്ല, തിരുത്തുന്നില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തുടർഭരണം കൊണ്ട് അപകടം ഉണ്ടാകുമെന്നല്ല ഞാൻ കരുതുക. എത്ര കാലം ഭരിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ഭരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നും കൂടെ എടുത്തു പറയുന്നു, എത്ര കാലം ഭരിച്ചു എന്നുള്ളതൊരു വിഷയമേ അല്ല, എങ്ങനെ ഭരിച്ചു എന്നുള്ളതാണ്. അറിയാമല്ലോ, ലോകത്താദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളമാണ് 1957. പക്ഷേ അതിനും 10-20 വർഷങ്ങൾക്ക് ശേഷം 1977 പശ്ചിമ ബംഗാൾ അധികാരത്തിൽ വരുന്നു. 1978 ത്രിപുരയിൽ ഭരണത്തിൽ വരുന്നു. അവിടെ നിന്ന് 2011 വരെ സച്ചിദാനന്ദൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ തീരണം. അങ്ങനല്ല, 34 വർഷം ഭരിച്ചു വന്നു. അവിടെ മമതാ ബാനർജിയുടെ വലിയ കൊടുങ്കാറ്റിൽ ഭരണം തകർന്നുപോയി. എന്നിട്ട് പ്രതിപക്ഷ നേതൃത്വം തിരിച്ചു വരാൻ പറ്റിയോ? ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു MLA പോലും ഇല്ല പശ്ചിമ ബംഗാളിൽ, ഒരു MLA പോലും ഇല്ല പശ്ചിമ ബംഗാളിൽ CPM-ന്. ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അധികാരത്തിലിരുന്നാൽ ഭയങ്കര സംഭവം, പ്രതിപക്ഷത്തിൽ നിന്ന് പാർട്ടി വിടുന്നത്, അതൊക്കെ കുറച്ച് ഫാൻറ്റസൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. വേറെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുതന്നെയല്ലേ ത്രിപുരയിൽ BJP അധികാരം പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ വളരെ ചെറിയൊരു സംവിധാനമായിരുന്നു BJP. അവിടെ നിന്നാണ് BJP വന്ന് CPM-നെ തകർത്ത് ത്രിപുര പിടിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ അറിയാത്തവരല്ല കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1987 നാനാർ മന്ത്രിസഭ 91 ആകുമ്പോഴേക്കും CPM-ന് ഒരു ഫോർമുല ഓർമ്മയുണ്ടോ? അധികാരത്തിലിരുന്നവർ പാർട്ടിയിലേക്ക്, പാർട്ടിയിലുള്ളവർ സർക്കാരിലേക്ക്, തിരിച്ച് അധികാരത്തിലേക്ക്. ഇങ്ങനൊരു ഫോർമുലയിലാണ് 91 മത്സരിച്ചത്. അന്ന് പക്ഷേ തോറ്റുപോയി. ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 2016 മുതൽ 2021 വരെയുള്ള ഭരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുമ്പോൾ
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് എല്ലാ മന്ത്രിമാരും മാറാൻ തീരുമാനിച്ചതും ഇതുപോലെയുള്ള ഒരു സ്വയം നവീകരിക്കലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ആ ഒരു ഭരണത്തിൽ തുടർന്നത്. അപ്പോൾ സി പി എമ്മിൻ്റെ സംവിധാനവും അങ്ങനെ തിരുത്താനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ കാണാം. അത് ശരിയായില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് വിടുന്നു തദ്ദേശത്തിൽ കണ്ടത്. ഈ അടുത്ത കാലത്ത് നാം കാണാത്ത രീതിയിൽ സി പി എമ്മിൻ്റെ ആ തിരുത്തലുകളൊന്നും ഏശിയില്ല. തദ്ദേശത്തിൽ വളരെ വലിയ തകർച്ചയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല കഴിഞ്ഞ തദ്ദേശത്തിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനുശേഷം ഗൃഹസന്ദർശനത്തിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തിയതിനു ശേഷം ഇപ്പോൾ നമുക്കൊരു കടലാസ് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശമാണ്, ഇത് ശരിയായില്ല, കൃത്യമായ വീടുകളിൽ നിങ്ങൾ പോയിട്ടില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും പോകാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, പ്രശ്നം വീണ്ടും അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് തിരുത്താനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സി പി എം തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞ വിമർശനത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ 3 പ്രധാനപ്പെട്ട വിമർശനങ്ങളുണ്ട്. ഒന്ന്, അധികാര ദുഷ്പ്രഭുത്വമുണ്ട്, വ്യക്തിപൂജയുണ്ട്, ഇതെല്ലാം പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കുറേ ശരികൾ ഉണ്ടായിട്ടുണ്ടാകും. അധികാരത്തിൽ നിങ്ങൾ ദുഷിച്ചു പോകും, അതും ശരിയായിരിക്കും. അത് തിരുത്താനുള്ള ശ്രമം സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്ത് ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചുള്ള അദ്ദേഹത്തെ വല്ലാതെ വ്യക്തിപൂജയിൽ ഉയർത്തുന്നു എന്ന് പറഞ്ഞ വിമർശനം സത്യമാണ്. നോക്കൂ, LDF ഗവൺമെൻറ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എല്ലാ കാലത്തും. അത് VS-ൻ്റെ കാലത്തായാലും ഇതിനു മുമ്പുള്ള EK നായരുടെ കാലത്തായാലും ഇപ്പോൾ പിണറായി സർക്കാരാണ്. പിണറായി 2.0 ആണ്, പിണറായി 3.0 ആണ്. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു മംഗളഗാനം പാടുന്നു. അത് പാർട്ടി പണ്ടായിരുന്നെങ്കിൽ വ്യക്തിപൂജ എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ മുതൽ കണ്ണൂരുള്ള ജയരാജനെ വരെ വരുതിയിൽ നിർത്തിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ കാര്യമായൊന്നും പറയുന്നില്ല. അപ്പോൾ ചില സൂചനകൾ സച്ചിദാനന്ദൻ പറയുന്നിടത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തിരുത്താനുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ശരിയായാൽ അവർക്ക് കൊള്ളാം. പിണറായി വിജയൻ്റെ കാര്യത്തിലല്ല, പക്ഷേ പൊതുവേ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് സി പി എം മനസ്സിലാക്കുന്നുണ്ട്. കാലത്തിൻ്റെ ചുവരെഴുത്ത് സി പി എം തിരിച്ചറിയുന്നുണ്ട്. സാധാരണഗതിയിൽ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇങ്ങനൊരു വിമർശനം വന്നാൽ നമുക്കുള്ള ഇതുവരെയുള്ള അറിവിൽ ഈ വളരെ ശക്തമായ കടന്നൽക്കൂട്ടം ഇളകലാണ് കാണാറ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പൊതുവേ വളരെ സമചിത്തതയോട് കൂടിയുള്ളൊരു പ്രതികരണമാണ് കണ്ടത്. അത് തന്നെ ഈ ഒരു വിമർശനത്തെ, അതായത് തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, ഇത് ഭരണത്തിനകത്തൊരു വിഷയമുണ്ട്, ഇത് മൊത്തത്തിൽ ചീഞ്ഞഴുകുന്നു എന്ന് അദ്ദേഹം പറയുന്നതിനെ ഞങ്ങളിതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യം. അപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കാനുള്ള സി പി എമ്മിൻ്റെ ശ്രമമുണ്ട്. സച്ചിദാനന്ദൻ്റെ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ പറഞ്ഞ അഭിപ്രായ പ്രകടനമുണ്ട്. തദ്ദേശത്തിലെ വളരെ വലിയ പരാജയമുണ്ട്. തദ്ദേശത്തിന് ശേഷം അത് നന്നാക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ തന്നെ ചില തിരിച്ചടി നടന്നു എന്ന് സി പി എം മനസ്സിലാക്കലുണ്ട്. ചുരുക്കത്തിൽ സി പി എമ്മിൻ്റെ ഒപ്പമുള്ള സഹയാത്രികർ പറയുന്ന കാര്യങ്ങളെ, അതിൻ്റെ വരികളെയല്ല, അതിൻ്റെ ഉള്ളാർത്ഥത്തെ സി പി എം ഗൗരവത്തിലെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുമുന്നണിയും അങ്ങനെ എടുക്കുമെന്നാണ് കരുതുന്നത്. സി പി എമ്മിൻ്റെ സഹയാത്രികർ സി പി എം വിരുദ്ധരല്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധരല്ല, സർക്കാർ വിരുദ്ധരല്ല, ഇതിനെ ക്രിയാത്മകമായി വിമർശിക്കുന്നവരാണ് എന്ന് കരുതുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.